സുഹൃത്തുക്കളെ നമസ്കാരമുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളതേ നമ്മുടെ മണ്ണാർക്കാട് കോങ്ങാട് റൂട്ടിലുള്ള ഉമ്മനാഴി എന്ന് പറയുന്ന കുറച്ച് ഇപ്പുറത്തായിട്ട് കോരങ്കടവ് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തുള്ള പാടത്തിൻ്റെ നടുവിലാണ്. അപ്പോൾ ഞാൻ ഇതിനു മുന്നേ വിശാലമായിട്ട് ഇത് കാണിച്ചു തന്നിട്ടില്ല. പക്ഷേ കാണാൻ നല്ല അടിപൊളി മനോഹരമായൊരു പാടം തന്നെയാണിത്. എത്ര കണ്ടാലും നമുക്കിങ്ങനെ നോക്കിയിരുന്ന് ഇങ്ങനെ പോകും. അപ്പോൾ വൈകുന്നേരത്തായാലും രാവിലെയാണ് ഏറ്റവും കൂടുതൽ നല്ല ഭംഗിയുള്ള കാണാൻ നല്ല രസമുള്ള. അപ്പോൾ ഈ രാവിലെ ആകുമ്പോൾ ഈ നെല്ലിൻ്റെ തുമ്പത്ത് വെള്ളത്തുള്ളികളൊക്കെ ആയിട്ട് നല്ല രസമാവും കാണാൻ. അത് ഫോട്ടോ എടുത്താലും വീഡിയോ എടുത്താലും നമ്മൾ കണ്ടാൽ എത്ര ഇതായാലും മതിയാവില്ല. അപ്പോൾ മനോഹരമായൊരു സ്ഥലമാണ്. ഇവിടെ വർഷങ്ങളോളമായി ഇത് പാടത്തിൻ്റെ ഈ നെല്ല് മാത്രം കൊയ്തിട്ട് അരിഭക്ഷണം കഴിക്കുന്ന നമ്മളൊക്കെ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ കൃഷിക്ക് എത്രമാത്രം പ്രാധാന്യം കൊടുക്കണം എന്നുള്ളത്. അപ്പോൾ പറഞ്ഞ് ഇത് വരില്ല. അപ്പോൾ ഈ നെല്ല് ഏകദേശമൊക്കെ ഇപ്പോൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് എത്ര മാസമാണെന്ന് എനിക്കറിയില്ല. നമ്മൾ വലിയ കൃഷിനെ പറ്റി പറയുമ്പോൾ അതൊക്കെ ശരിക്കും പറയണം. പക്ഷെ എന്നിരുന്നാലും ഇപ്പോൾ ഒന്നും ഓർമ്മ വരുന്നില്ല ശരിക്കും. അതാണ്. അപ്പോൾ ഏകദേശം കുറച്ച് മാസങ്ങൾ കഴിഞ്ഞാൽ ഇവിടെ നെല്ല് ഉണ്ടാവും. അപ്പോൾ അത് കൊയ്യാൻ മെഷീനായിരിക്കും അധികം വരിക. കഴിഞ്ഞ വർഷമൊക്കെ അങ്ങനെ തന്നെ കണ്ടത്. അപ്പോൾ ഈ പാടത്തിൻ്റെ നടുവിൽ നിന്നിട്ട് ഇങ്ങനെ നിൽക്കാൻ, പക്ഷേ അവിടെ പിന്നെ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. കാരണം ഈ ആളുകൾ വന്നിട്ട് ഫോട്ടോ എടുക്കാനോ വീഡിയോസ് എടുക്കാനോ റീൽസ് എടുക്കാനൊക്കെ ആകുമ്പോൾ ഈ പാടത്തിൻ്റെ വരമ്പുകൾ ഒക്കെ അതേപോലെ നെല്ലുകൾ ഒക്കെ ചിലപ്പോൾ അവർ നടുവിൽ നിന്നിട്ടൊക്കെ ഫോട്ടോ എടുക്കുക. അതൊന്നും ശരിക്കും പറ്റിയതല്ല. അപ്പോൾ ഈ നടുവിൽ നിന്നിട്ട് ഫോട്ടോ എടുക്കേണ്ട ആവശ്യമില്ല. ചില ആൾക്കാർ അങ്ങനെ ചെയ്യാറുണ്ട്. അതുകൊണ്ടായിരിക്കും അവിടെ ബ്ലോക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പൊതുവേ നമ്മുടെ ഈ മലയാളികളായിട്ടുള്ള ആളുകൾ മൊത്തത്തിൽ നശിപ്പിക്കുക എന്നുള്ളത് മാത്രമേ അവർക്ക് അറിയുള്ളൂ. അത് നിലനിർത്തണം എന്നറിയില്ല. അപ്പോൾ എൻ്റെയും കൂടി സ്വഭാവമായിട്ട് നിങ്ങൾ എന്തായാലും കാണാം. നമ്മളങ്ങനെ ശീലിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശീലം നമുക്ക് തന്നതാണ് വേറെ ആൾക്കാർ. നമ്മളിങ്ങനെ ആയിരുന്നില്ല. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു ദിവസം മനോഹരമാക്കാം എന്ന് കരുതി. നമ്മളിപ്പോൾ അത്ര മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കണ്ടാലും പിന്നീട് നമ്മൾ അസ്വസ്ഥനാണ്. അത് ശരിക്കും എന്താണ് അതിൻ്റെ ഒരു പൊരുളെന്ന് കിട്ടുന്നില്ല. അപ്പോൾ ഇവിടെ ഈ മുഴുവൻ പാടാണ്. അപ്പോൾ അവിടേക്ക് അങ്ങോട്ടൊക്കെ ഫുള്ള് അപ്പുറത്തേക്ക് ഫുള്ള് എന്താ പറയുക, പാടത്തിൻ്റെ ഒരു അങ്ങേ ഇതാണ്. അപ്പോൾ പിന്നെ ഈ കമ്പിവേലി കെട്ടിയിട്ടുണ്ട് അവിടെ. ഈ പന്നികൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് കമ്പിവേലി കെട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ആളുകൾ അത് വൈകുന്നേരത്ത് എത്ര മണിക്കാണ് ഷോക്ക് കൊടുക്കുകയെന്ന് അറിയില്ല. എന്നിരുന്നാലും അത് നല്ലൊരു കാര്യം തന്നെയാണ്. കാരണം ഏകദേശം ഒരു 5-6 ഏക്കർ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. എന്നിരുന്നാലും അതിൻ്റെ അപ്പുറത്തും പാടാണ്. അവിടെ നിങ്ങളൊരു മല കണ്ടിട്ടുണ്ട്. ആ മല വരെ എന്നല്ല കേട്ടോ, ഏകദേശം അവിടുന്ന് ദൂരേക്ക് കിലോമീറ്ററോളം പാടങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. ചെറുതുണ്ടാവാം, ചിലപ്പം വലുതുണ്ടാവാം. അപ്പോൾ ഇവിടെ ഇങ്ങനെ നിൽക്കാനേ നല്ല രസമാണ്. പിന്നെ ഇവിടെ ഈ പക്ഷികളാണ് ശരിക്കും ഒരു എന്താ പറയുക, ഒരു കർഷകൻ്റെ ഏറ്റവും നല്ല സുഹൃത്ത്. പക്ഷികൾ മാത്രമല്ല, ഈ അതിലുള്ള പുഴുക്കളും എല്ലാതും ഉണ്ട്. അപ്പോൾ ഇവിടെ ഇത് സോളാറിൻ്റെ ആണോ, അവിടെ വെള്ളത്തിന് വേണ്ടിയിട്ട് ഇതൊക്കെ വെച്ചിട്ടുണ്ട്. വെള്ളമാണോ ഇനി ഭക്ഷണം കൊടുക്കാനാണോ എന്നറിയില്ല. ഞാൻ അവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോൾ കിളികൾ ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒന്നും കാണാനില്ല. അപ്പോൾ ഒക്കെ നമ്മളെ കണ്ടപ്പോൾ പോയിട്ടുണ്ടാവും. അപ്പോൾ ഇത് സോളാർ തന്നെ ആയിരിക്കാനാണ് ചാൻസ്. സോളാർ തന്നെയാണ് ഇത്. ലൈറ്റിൻ്റെ ഒരു സിസ്റ്റമാണ് ഇത് സംഭവം. ഒന്നുകിൽ റെഡായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും കളറുള്ള ലൈറ്റ് ആയിരിക്കും. രാത്രി കത്തും. അപ്പോൾ പക്ഷികളൊക്കെ ഇതിൽ കൂടെ തൂറി മെഴുകിയണു. അപ്പോൾ ഇതൊന്നും മുതലാളിയോ അല്ല പണിക്കാരും വരലില്ല തോന്നുന്നുണ്ട്. നമ്മൾ ഇങ്ങനെ പോകുമ്പോൾ ആ പാടത്തിൻ്റെ ഒരു ഭംഗി ഉള്ളത് എടുക്കുക എന്നല്ലാതെ ഇതിലിപ്പോൾ വേറെ ഒരു എന്താ പറയുക പ്രത്യേകത ഇല്ല എന്നല്ലോ. പക്ഷെ കുറേ ദിവസമായി ഇവിടേക്ക് ഈ പാടത്തിൻ്റെ നടുവിലൊന്ന് ഇറങ്ങിയിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കഥ പറയണം എന്നൊക്കെ കരുതിയത്. നോക്കുമ്പോൾ ഇവിടെ വന്നപ്പോൾ ഒരു കഥയും കിട്ടുന്നില്ല. അപ്പോൾ ഇതാണിപ്പോൾ നമ്മുടെ മലയാളികളുടെ ഒരു പ്രശ്നം. എന്ത് പറയാൻ ആഗ്രഹിക്കുന്നുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ ചെയ്യാൻ കരുതിയിട്ടുണ്ടോ
അതൊക്കെ നമ്മൾ മറന്ന് പാതി വഴിയിൽ വെച്ച് പോവുകയാണ്. എന്താണ് അതിൻ്റെ ഒരു അർത്ഥം എന്നറിയില്ല, ഉണ്ടോ ഇല്ലേ എനിക്കറിയില്ല. എന്നിരുന്നാലും ഉള്ളവരുണ്ട് ഇല്ലാത്തവരുണ്ട്. അപ്പോൾ വൈകുന്നേരം ഏകദേശം ഒരു 5:45 6 മണിയാവാറായിട്ട്. അപ്പോൾ ഇവിടെ നിന്നപ്പോൾ നല്ല രസമാട്ടോ. ഇവിടെ ഇരിക്കാൻ പറ്റില്ല, കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ആരെയും കണ്ടു കഴിഞ്ഞാൽ പിന്നെ അത് പിന്നെ നമുക്ക് പ്രശ്നമാണ്. പക്ഷെ ആ പ്രശ്നമൊന്നുമില്ല. നമ്മൾ ഭംഗി ആസ്വദിക്കുകയാണെങ്കിൽ നമ്മൾ ആസ്വദിക്കുന്നത് നശിപ്പിക്കാതിരുന്നാൽ മതി. അല്ലാതെ ഇപ്പോൾ അതിൽ വേറെ ഒരു പ്രശ്നവും ഞാൻ കണ്ടിട്ടില്ല എന്ന് വരും. പക്ഷേ കൂടുതൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യക്കാരെ കുറിച്ച് നമുക്ക് പിന്നെ പറയാതിരിക്കാനല്ല. കാരണം അതിൽ ഞാനും ഉണ്ട് കേട്ടോ. ഞാനിപ്പോൾ വലിയൊരാളായതുകൊണ്ടല്ല, അല്ലെങ്കിൽ ചെറിയൊരാളായതുകൊണ്ടല്ല, മോശമാണോ തെറ്റാണോ എന്നല്ല കേട്ടോ. ഇപ്പോൾ പൊതുവേ നമ്മുടെ ഇന്ത്യക്കാർക്കുള്ള എല്ലാ അവസരങ്ങളും ഇന്ത്യക്കാർ തന്നെ മുടക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ റോഡിൻ്റെ കാര്യം തന്നെ പറയാം. എത്ര നല്ല ഭംഗിയുള്ള റോഡാണെങ്കിലും, അല്ലെങ്കിൽ എത്ര നല്ല രീതിയിൽ ട്രാഫിക്കിൻ്റെ ഒരു സൈൻ ബോർഡുകളും എല്ലാ സിഗ്നലും നമുക്കത് വെച്ച് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ മോശമായിട്ട് ഓടിക്കുള്ളൂ. അവിടെ റൂൾസ് തെറ്റിച്ചിട്ടേ നമ്മൾ ഓടിക്കുള്ളൂ. ഇപ്പോൾ എന്താണ് അതിൻ്റെ ഒരു അവസ്ഥ എന്ന് അറിയില്ല. അതപ്പോൾ ആദ്യം പറഞ്ഞത് ഒരു അർത്ഥമില്ലാത്തൊരു പൊരുളില്ലാത്തൊരു ജീവിതമാണ്. ഈ പുഞ്ചപ്പാടത്തുകൂടെ നടക്കാൻ നല്ല രസമാണ്. പക്ഷേ അന്നത്തെ ആ പുഞ്ചപ്പാടത്തിൻ്റെ വരമ്പല്ല ഇപ്പോഴൊക്കെ വരമ്പിന് തന്നെ ആകെ മറ്റേ നല്ല വൃത്തി ഉണ്ടായിരുന്നു. നിങ്ങൾ 1990 സിനിമകൾ കണ്ടാൽ മനസ്സിലാവും. ശ്രീനിവാസൻ്റെ, സിദ്ദിഖിൻ്റെ, മുകേഷിൻ്റെ, പപ്പുവിൻ്റെ അങ്ങനെയുള്ള പഴയ സിനിമകളൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് ഏകദേശം നല്ലൊരു എന്താ പറയുക അനുഭവം കിട്ടും. ഇപ്പോഴത്തെ ആൾക്കാർക്ക്, ഇപ്പോൾ പറന്ന് ജീവിക്കുന്ന ആൾക്കാർക്ക്, ഇപ്പോൾ ആരപ്പോൾ ജീവിക്കണേ, അപ്പോൾ അവർക്കൊന്നും ഈ പാടവും വരമ്പും ചെളിയും ഇതൊന്നും അവർക്ക് വലിയ താല്പര്യമില്ല. അവരൊക്കെ ഏത് ലോകത്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഴിമന്തിയുടെ ലോകത്താണ് അവർ, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഫോണിൻ്റെ ഉള്ളിലേക്ക് അവർ ബ്രെയിന് മൊത്തം കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അവർക്കൊന്നും ഇപ്പോൾ ഈ കഥയോ കാഴ്ചകളോ അവർക്കറിയില്ല. ഇങ്ങനെ കാണുമ്പോൾ അവർ വെറുതെ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ഇടും, അല്ലാതെ ഇപ്പോൾ അവർ വേറെ ഒന്നും ചെയ്യില്ല. അവരിങ്ങനെ എന്താ പറയുക ഉറക്കം തൂങ്ങി നിൽക്കുകയാണ്. ഇതൊരു കൊറ്റിയാണ്. ഇങ്ങനത്തെ കൊറ്റീനെയൊക്കെ നമ്മൾ പണ്ട് ഈ എന്താ പറയുക ഇത് കൊയ്യുമ്പോൾ, അതായത് അല്ലെങ്കിൽ പിന്നെ ഈ ട്രാക്ടർ കൊണ്ട് നമ്മൾ കണ്ടം മെഴുകില്ലേ, അപ്പോഴൊക്കെ ഈ കൊറ്റികൾ ധാരാളം വരും. അതേപോലെ ഞണ്ടുകൾ, ഇപ്പോൾ മീനുകൾ. ഞാനതിൻ്റെ കുട്ടിക്കാലൊക്കെ ഇവിടെ ഇങ്ങനെ ആലോചിക്കുകയാണ്. ഇവിടെ അല്ല കേട്ടോ, മൊത്തത്തിൽ പാടത്ത് തന്നെ ഇരുന്ന് അന്ന് ഫുട്ബോളും ക്രിക്കറ്റും. ഇന്നിപ്പോൾ സ്പോർട്സ് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ആദ്യം ഫോൺ എടുക്കും. അത് അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. അപ്പോൾ ഇതിൻ്റെ കാഴ്ചകൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിമനോഹരം തന്നെയാണ്. ഇങ്ങോട്ട് ആരും ഇറങ്ങിയിട്ടുള്ളതായിട്ട് ഇതിൻ്റെ ഇതിലില്ല. ആദ്യമൊക്കെ ഇറങ്ങിയിരുന്നു കേട്ടോ. പിന്നെ ഇത് ശരിക്കും എന്താ വെച്ച് കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ അവിടെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പറ്റാത്തത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ അവർ ബ്ലോക്ക് ചെയ്യില്ല. പിന്നെ അവിടെ ഒരു നല്ലൊരു ചായക്കടയും കൂടി ഉണ്ട്. നിങ്ങൾക്ക് ഇങ്ങനെ റീൽസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പിന്നെ വല്ലാണ്ട് ക്ഷീണം വരികയാണെങ്കിൽ ഒരു കട്ടൻ ചായ കുടിക്കാം. അപ്പോൾ വൈകുന്നേരത്തെ ഒരു കാഴ്ച കേട്ടോ. പിന്നെ അവിടെ എൻ്റെ മുതലാളിയാണോ ഇനി ആരാന്നറിയില്ല, അവിടെ പണിക്കാരൊക്കെ ഉണ്ട്. എന്തോ എന്താ പറയുക, എന്തോ തളിക്കുകയാണ് തോന്നുന്നു. ശരിക്കും ഈ കൃഷിയൊക്കെ ആദ്യം ഇതിനേക്കാളിലും നെല്ല് നല്ല വണ്ണം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നെല്ലിൻ്റെ ഒരു ഏകദേശം വണ്ണം നിങ്ങൾക്ക് മനസ്സിലാവും. മറ്റേത് അന്ന് നല്ല കനണ്ടായിരുന്നു. പക്ഷെ ഇന്ന് അത്ര പോരാ വിളവ്. അതായത് ഇവർ ഇങ്ങോട്ട് ഇത് ഒന്നാമത് എന്താ പറയുക, ഒക്കെ കുത്തിവെപ്പിച്ചിട്ടും അല്ലെങ്കിൽ ഈ പിന്നെ എന്താവും ഒക്കെ ഈ പിന്നെ പുതിയ ഐറ്റംസ് അല്ലേ, അതായത് ഇപ്പോൾ പറയാനും കിട്ടുന്നില്ലല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ ഈ നെല്ല് എന്നല്ല മൊത്തത്തിൽ വിഷാംശം ഉണ്ടാവും. അപ്പോൾ ഈ പുഴുക്കൾ വരില്ല. ശരിക്കും ഇതിൻ്റെ അടിയിൽ നിന്ന് പുഴുക്കൾ വരും. പുഴുക്കൾ വന്നിട്ട് അതിലുള്ള കീടങ്ങളെയൊക്കെ തിന്നിട്ട് നെല്ലിന് കൂടുതൽ ഉഷാറ് വരുത്തിക്കുന്ന ഒരു സംഭവം കൂടിയാണ്. അപ്പോൾ കേരളത്തിനിപ്പോൾ വേണ്ടാത്തത് എന്താ വെച്ച് കഴിഞ്ഞാൽ 3 കാര്യങ്ങളാണ്. ഒന്ന് കൃഷി, പിന്നെ കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എന്താ പറയുക ഹലാലളക്ക് ഉത്തരേ ഉദ്യോഗസ്ഥന്മാരുടെ കാര്യമാണ് പറഞ്ഞത്. പക്ഷേ വേറെ പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അറിയാലോ കേരളത്തിൽ 3 കാര്യങ്ങൾ. ഒന്ന് അഴിമതി, പിന്നെ കൊള്ള, പിന്നെ ഇതേമാതിരി കൃഷി. ഇത് 3 നമുക്ക് വേണ്ടതാണ്. അപ്പോൾ ഇവിടെയൊക്കെ ഇത് വർഷങ്ങളോളം ഉണ്ടാവും. കാരണം നമ്മൾ വർഷങ്ങളോളമായി ഇത് കാണാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ആദ്യം പറഞ്ഞ പോലെ
ഈ റോഡിൻ്റെ ഒരു വികസനവും നല്ല രീതിയിലും പിന്നെ എല്ലാവർക്കും വണ്ടികളും കാറുകളും പിന്നെ അതേപോലെ തന്നെ നല്ല വില കൂടിയ ഹൈ ക്വാളിറ്റിയുള്ള മൊബൈലൊക്കെ ആയപ്പോൾ പിന്നെ അപ്പത്തിനും നമുക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കൊക്കെ പൈസ അങ്ങനെ ഇറക്കാൻ തുടങ്ങിയപ്പോൾ നമുക്ക് പിന്നെ എന്തിട്ടാലും കാശ് കിട്ടുന്നുള്ളൊരു രീതിയിൽ. അപ്പോൾ ഇത് മലയാളിയുടെ നല്ല കേട്ടോ മൊത്തത്തിലുള്ള ആൾക്കാരാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിലത്തെ അവസ്ഥ നോക്കുകയാണെങ്കിൽ നമുക്ക് പറയാതിരിക്കുക നല്ലത്. കാരണം പറഞ്ഞിട്ട് നമ്മുടെ ഗവൺമെൻറ് ഒരിക്കലും നന്നാവുകയാണെങ്കിൽ തന്നെ അത് എന്നോ നന്നായി. അത് നമ്മൾ നന്നാക്കണം എന്നാണ് ഞാൻ പറഞ്ഞത്. കാരണം ഇപ്പോൾ ഒരാൾക്ക് ഒരാളെ അവസ്ഥ അറിയില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവരത് മനസ്സിലാക്കില്ല. അവനവൻ്റെ കാര്യങ്ങൾ മാത്രം നോക്കാൻ മാത്രമാണ് ഇപ്പം സമയമുള്ളൂ. മറ്റുള്ളവന് ശരിക്കും ജീവിച്ചിരിപ്പുണ്ടോ? അപ്പോൾ ഞാൻ ആദ്യം നിങ്ങളടുത്ത് ചോദിക്കേണ്ട ഒരു കാര്യമായിരുന്നു, സുഹൃത്തുക്കളെ നിങ്ങൾ ആരെങ്കിലും ജീവിച്ചിരിപ്പുണ്ടോ എന്നുള്ളത്. ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊന്ന് കേൾക്കുക എന്ന് പറയണമെന്ന് കരുതിയതാണ്. പിന്നെ പറഞ്ഞില്ല എന്ന് മാത്രം. അപ്പോൾ നമ്മളൊക്കെ ഈ എന്താ പറയുക വളരെ വളരെ മോശമായി കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയം തന്നെ പറയാം. ഇവിടെ മതവും അല്ലെങ്കിൽ രാഷ്ട്രീയവും ഇല്ലെങ്കിൽ എന്താ പറയുക വേറെ ജാതി ആയാലും മതമായാലും ഒരു കുഴപ്പമില്ല. അവർക്ക് എങ്ങനെയെങ്കിലും തച്ചിട്ട് മരിക്കണം എന്ന് തന്നെയാണ് നമ്മുടെ ഈ നാടിൻ്റെ അവസ്ഥ. അപ്പോൾ ഇതിൽ ഇനിയിപ്പോൾ കുറച്ച് കാലം കഴിഞ്ഞാൽ ഈ സ്വാതന്ത്ര്യമൊന്നും ഉണ്ടാവില്ല ശരിക്കും. ഇപ്പോൾ എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കടിച്ച് കീറുകയാണ്, ബന്ധങ്ങളായാലും എന്ത് ബന്ധമായാലും. അപ്പോൾ ഇനി കുറച്ച് കാലം കൂടി കഴിഞ്ഞാൽ അധികമൊന്നും പോകേണ്ടി വരില്ല. അപ്പോൾ അങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കിപ്പോൾ എന്താ വേണ്ടുള്ളൂ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ എല്ലാവരും ഒറ്റക്കെട്ടാവില്ല. കാരണം ഇപ്പോൾ തറവാട് നമ്മളൊക്കെ ഒരു കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ എല്ലാവരും ഉണ്ടാവും. അച്ഛൻ്റെ അച്ഛനും അമ്മയും അവരൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇവർ ആരും ഇപ്പോൾ നമ്മുടെ കൂടെ ഇല്ല. പക്ഷേ നമ്മൾ പെട്ടെന്ന് പിന്നെ 5 ആണോ അല്ലെ 4 ആണോ ഒക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ വീട് വേഗം മാറും. എന്നിട്ട് അവിടെ നമ്മുടെ കാര്യം നമ്മുടെ കുടുംബത്തിൻ്റെ എന്തെങ്കിലും കുറവും ഇതൊക്കെ ഉണ്ടെങ്കിൽ അത് നോക്കി നമ്മൾ ജീവിക്കും. പക്ഷേ ഇപ്പോൾ ഒന്നും കൂടി മെച്യൂരിറ്റി ആയി. കാരണം അത്രയും അന്വേഷിക്കേണ്ട, നമുക്കിപ്പോൾ സൗകര്യങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. നമ്മൾ ഒരു ഒറ്റ നെക്കലിന് നമുക്ക് ഇഷ്ടം പോലെ കാഴ്ചകളും കാര്യങ്ങളും നമുക്ക് കാണാനും അറിയാനും സാധിക്കുന്ന ഒരു സമയത്തും കൂടി നമുക്ക് ആരും കാണാൻ കാഴ്ചയില്ലാത്തതിൻ്റെ പ്രശ്നം മാത്രമല്ല, അവർ ഒന്നും തല ഉയർത്തി നോക്കണില്ല, അതാണ്. അപ്പോൾ ഈ തല ഉയർത്തി നോക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പ്രത്യേകിച്ച് ആദ്യവും പറയേണ്ട അവസാനവും പറയണ്ട, നമുക്കിപ്പോൾ എന്താ കേൾക്കണ്ടല്ലോ അറിയോ? മലയാളികൾ രാവിലെ നീച്ചു കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടം എത്ര പെണ്ണുങ്ങളെ പിന്നെ വ്യഭിചാരത്തിന് ഉപയോഗിച്ചിരുന്നു. അത് കറക്റ്റായിട്ട് രാഹുലിനെക്കാട്ടിലും കൂടുതൽ നമ്മുടെ പിന്നെ മാധ്യമങ്ങൾക്കറിയാം. അപ്പോൾ ഇവർ രാവിലെ അങ്ങോട്ട് കുളിയും കഴിഞ്ഞിട്ട് അവർ സ്റ്റുഡിയോയിൽ വന്നു കഴിഞ്ഞാൽ ഇന്ന് എത്ര രാഹുൽ മാങ്കൂട്ടം ചെയ്തണു, അല്ലെങ്കിൽ എത്ര ആൾക്കാർ ഇത് നെഗറ്റീവായിട്ട് കാണുന്നുണ്ട് ഞങ്ങളുടെ ചാനലിൽ, ഇതൊക്കെ പറയാനുള്ളൊരു വേദിയും കൂടി ആക്കിയാണ് ഇപ്പോൾ ഈ വാർത്താ മീഡിയക്കാർ. അപ്പോൾ ഇവരെയൊക്കെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിപ്പോൾ ജനങ്ങൾ തന്നെ തീരുമാനിക്കണം. ഇതിപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ കേരളത്തിന് ഇപ്പോൾ ഇതല്ലല്ലോ ആവശ്യം. രാഹുൽ മാങ്കൂട്ടം എത്ര പെണ്ണുങ്ങളെ ചെയ്തണു, എത്ര പെണ്ണുങ്ങളെ വ്യഭിചാരത്തിൻ്റെ ഇതാക്കിയണു, അതല്ലല്ലോ ഇപ്പോൾ കേരളത്തിൻ്റെ മെയിൻ പ്രശ്നം. കേരളത്തിന് ഒരുപാട് കാര്യങ്ങൾ പിന്നെ ചർച്ചകൾ ചെയ്യാണ്ട്. ഇത് ഒരു പിന്നെ ഏതെങ്കിലും ചാവാളി കേസ് കൊടുത്തിട്ട് ഇവർ രാത്രിക്ക് അന്തിച്ചർച്ചയാണ് ഇവരെ മെയിൻ പരിപാടി. അന്തിച്ചർച്ചയിലാണ് ഇവർക്ക് മെയിനായിട്ട് വരുമാനം. ബാക്കിയുള്ള ജനങ്ങളെ ഇത് കണ്ടിട്ട് നെറ്റ് റീചാർജ് ചെയ്തിട്ടും കടം മേടിച്ചിട്ടും ആശുപത്രിയിൽ പോയിട്ടും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിൽ അധ്വാനിക്കാൻ നോക്കിയാൽ അത് പിന്നെ ഒക്കെ മുടക്കുകയാണ്. മൊത്തത്തിൽ മുടക്കണേൻ്റെ ഒരു സ്വഭാവം കൂടി നമ്മുടെ കേരളത്തിൻ്റെ ഉണ്ട്. അപ്പോൾ എനിക്കിപ്പോൾ ഇതിനെക്കുറിച്ചൊന്നും പറയാനില്ല. ജീവിച്ചിരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ നമ്മുടെ അവസ്ഥകളൊക്കെ ഒന്ന് തുറന്ന് പറയുക ജനങ്ങളോട്. അതായത് കാണുന്ന കാഴ്ചയിൽ ഇപ്പോൾ മീഡിയയിൽ തന്നെ ആണെങ്കിലും നിങ്ങൾ ആവശ്യമില്ലാത്ത കമൻറ്റുകളൊന്നും ഇട്ടിട്ട് വെറുതെ എന്താ പറയുക കോളാക്കാൻ പോകണ്ട. അത് ഇപ്പോൾ അറിയാലോ, ഇപ്പോൾ എന്ത് കമൻ്റ് ഇട്ടാലും കേസാണെന്നുള്ളത്. ഇപ്പോൾ ജയിലിൻ്റെ കാര്യം നിങ്ങൾക്കിപ്പോൾ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. ജയിലിലിപ്പോൾ നമുക്ക് ആവശ്യമുള്ള ശമ്പളവും
ഒക്കെ നമുക്ക് എടുത്ത് വാങ്ങാം. അപ്പോൾ നമ്മുടെ ഈ സർക്കാർ ഇത്രയും വൃത്തികെട്ട സർക്കാരാണെന്ന് നമ്മൾ ഇത്രയും പ്രതീക്ഷിച്ചിട്ടില്ല. കാരണം പിന്നെ ഒരു പൊതുവേദിയിലുള്ള ഉദ്ഘാടനത്തിന് നമ്മുടെ പിണറായി വിജയൻ വർഗീയത ആയിട്ട് സംസാരിച്ചു സുരേഷ് ഗോപി ഇരിക്കുമ്പോൾ എന്നൊക്കെ പറയും. അത് എത്രത്തോളം മോശമാണത്. അപ്പോൾ ശരിക്കും ഇയാൾക്ക് ഭ്രാന്താണെന്നാണ്. ഭ്രാന്തല്ല, വേറെ എന്തൊക്കെയോ. ഭ്രാന്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ സ്വയം വരുത്തി വെക്കണ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് വലിയ പ്രശ്നത്തിലേക്ക് എത്തില്ല. പക്ഷെ ഇത് വലിയൊരു എന്താ പറയുക, കാലം മാറുന്തോറും അതിൻ്റേതായ പിന്നെ ഭ്രാന്തിൻ്റെ അവസ്ഥകൾ മാറും. അപ്പോൾ എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ്. അത് നമ്മൾ തന്നെ ഒന്ന് പിന്നെ കൈകാര്യം ചെയ്താൽ തന്നെ, കൈകാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്, ഞാൻ അദ്ദേഹത്തെ തൊട്ടില്ല, ദേഹോദ്രവം ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞ പോലെ നമുക്കിപ്പോൾ അതേമാതിരി ചെയ്യേ. ശരിക്കും പറയട്ടെ, ഞാൻ ഈ നമ്മുടെ മുഖ്യമന്ത്രി ശരിക്കും ജനങ്ങളെ പിന്നെ കളിയാക്കുകയാണ്. അതായത് നിങ്ങളെ കൊണ്ട് ഇനി എന്ത് കൂട്ടിയാലും കൂടില്ല, അപ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് വിളിച്ച് പറയും, അത് വേണമെങ്കിൽ അനുസരിച്ചാൽ മതി. ഇപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമുക്കൊക്കെ സമാധാനത്തോടു കൂടി ഉറങ്ങാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ജോലിക്ക് തന്നെ പോണത്. അപ്പോൾ ഇതിപ്പോൾ ജോലി ചെയ്താലും ഉറങ്ങുമ്പോഴും ഇല്ല സമാധാനം. ഇപ്പോൾ ഏറ്റവും കൂടുതൽ സമാധാനം ആർക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ നമ്മുടെ ഈ അന്യ സംസ്ഥാനത്തിൽ വരുന്ന തൊഴിലാളികൾക്കാണ്. കാരണം അവർക്ക് ഇവിടുത്തെ ഭാഷ അറിയില്ല, പിന്നെ അതുകൊണ്ടൊരു പ്രശ്നമില്ല. അപ്പോൾ അവരിപ്പോൾ ആരെന്ത് പറഞ്ഞാലും വെറുതെ ചിരിച്ചുകൊണ്ട് കേൾക്കും. പിന്നീട് അവർ ഭാഷകളെ പഠിച്ചു കഴിഞ്ഞ് അവർ ഏകദേശം നല്ല രീതിയിലെത്തും. അപ്പോൾ കോടികളാണ് ഇവിടുന്ന് കേരളത്തിൽ നിന്ന് ബംഗ്ലാദേശിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്, കോടികളത്രേ. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, ഇതൊക്കെ ആരാണ് കൊടുക്കുന്നത്? നമ്മൾ മലയാളികൾ തന്നെയാണ് എന്നുള്ളത് നമ്മൾ എപ്പോഴും ചിന്തിക്കണം. എന്തായാലും നമുക്ക് പിന്നെ ഇനി കൂടുതൽ ഏതെങ്കിലുമൊക്കെ ആയിട്ട് നാളെ എത്തും. വാർത്തകൾക്കാണോ ഇവിടെ പഞ്ചം? കാരണം ഇനി എന്തൊക്കെ ബോംബുകൾ പിന്നെ നമ്മുടെ കേരള രാഷ്ട്രീയത്തിൽ പൊട്ടാൻ കിടക്കണം. പക്ഷേ എന്താ പറയുക, ഇതൊക്കെ പൊട്ടുമ്പോൾ ഈ ജനങ്ങളിങ്ങനെ കണ്ടു നിന്നിട്ട് ജനങ്ങളുടെ സമയം അങ്ങോട്ട് കളയാണ്. അതായത് അവർക്കുള്ള പിന്നെ മാനസികമായിട്ടുള്ള സന്തോഷങ്ങളോ അവർക്ക് ഉള്ള സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകളോ ഇല്ലെങ്കിൽ അവരുടെ ചിന്തകളൊക്കെ നമ്മുടെ ഈ പിന്നെ മാധ്യമങ്ങൾ രാഷ്ട്രീയത്തിലൂടെ കൊണ്ടുപോവാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ഒരുപാട് പിന്നെ കരുതി കൂട്ടി ഇരിക്കുക തന്നെ വേണം. ഇല്ലെങ്കിൽ പിന്നെ ഇതാവില്ല, അവസ്ഥകൾ വളരെ വളരെ മോശത്തിലേക്ക് എത്തും എന്നാണ് ഞാൻ ഇപ്പോൾ പറയുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ചിലപ്പോൾ അല്ലെങ്കിലും ഇപ്പോൾ ആളുകൾ പരസ്പരം മിണ്ടാറില്ല. അപ്പോൾ ഇനിയിപ്പോൾ അങ്ങനെ ആവില്ല, അവസ്ഥകളും ഒക്കെ മാറാൻ പോയിക്കൊണ്ടിരിക്കുക തന്നെയാണ്. ഇനി ചിലപ്പോൾ നമുക്കൊന്നും ഇത്ര സമാധാനത്തോട് കൂടിയിട്ട് എന്താ പറയുക, ഇതുപോലെയെന്നല്ല ഇനിയുള്ള ഓരോ കാഴ്ചകളൊക്കെ നമുക്കിങ്ങനെ മങ്ങാൻ തുടങ്ങും. അതിപ്പോൾ എങ്ങനെയാണെന്നുള്ളത് വരുന്ന അവസ്ഥയിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ എന്തായാലും നമുക്ക് വേണ്ടത് സമാധാനമാണ്. തീർച്ചയായിട്ടും നമ്മൾ മലയാളികളാണെന്നുള്ളൊരു ഓർമ്മയിൽ ഇരിക്കുക. നമുക്ക് കുറവുകളേ ഉള്ളൂ, കൂടുതലില്ല. അപ്പോൾ എനിക്ക് എല്ലാം ഉണ്ട് എന്ന് കരുതിയിട്ട് നിങ്ങൾ അങ്ങനെ ഇരുന്ന് അഹങ്കരിച്ച് നടന്നു കഴിഞ്ഞാൽ പിന്നെ ശരിക്കും പൊക്കിക്കൊണ്ടുപോയിട്ട് നമ്മുടെ മറവ് ചെയ്യാനും കൂടിയും ആർക്കും സമയമില്ലാത്തൊരു സമയമാണ്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കണം, അതിപ്പോൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ എവിടെയും എങ്ങനെയും ഏത് രീതിയിലാണെന്നും പറയാൻ പറ്റില്ല. പക്ഷെ എന്നിരുന്നാലും നമ്മളൊരു വ്യക്തിയാണ്. അപ്പോൾ പരമാവധി നമ്മളെ തന്നെ ശ്രദ്ധിക്കുക.